നമുക്ക് കോമൺ ആയിട്ട് ഉണ്ടാവാറുള്ള ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആവേണ്ടത്, അല്ലെങ്കിൽ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാലാണ് ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുക. ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ എം അഷിത നവാദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലർക്കും ഉള്ളൊരു മിസ്കൺസെപ്ഷനും കൂടെ ആണ്. ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ നിങ്ങളൊരു ചൈൽഡ് തെറപ്പിസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുടെ കൂടെ ഇരുന്ന് കുറച്ച് ഗെയിംസ് കളിച്ചാൽ മതി, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഡ്രോയിങ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്താൽ മതി എന്നുള്ളതൊക്കെ. പക്ഷേ ഇത് രണ്ടും ചൈൽഡ് സൈക്കോളജിയുടെ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന തെറപ്പിയുടെ ഒരു പാർട്ടാണ്. പക്ഷേ അവരുടെ കൂടെ കളിക്കുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് ആ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോഴും ഒക്കെ അവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ പാറ്റേൺസ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയേഴ്സ്, അവർക്ക് ഡെവലപ്പ് ആയിട്ടുള്ള ഇമോഷണൽ റിയാക്ഷൻസ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കോൺസ്റ്റൻ്റ്ലി ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. സോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടാലൻറ്റും എബിലിറ്റിയും നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. ആൻഡ് ഓൾവേസ് റിമെമ്പർ, ചൈൽഡ് തെറപ്പി ഈസ് നോട്ട് ജസ്റ്റ് പ്ലേ ഓർ ഡ്രോയിങ് ആക്ടിവിറ്റീസ്. സോ എന്താണ് ആക്ച്വലി ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് പലതരത്തിലുള്ള കുട്ടികളെ ഡീൽ ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ ഇമോഷണൽ ഇഷ്യൂസ് ലൈക്ക് ആങ്സൈറ്റി പോലെ, ഭയങ്കരമായിട്ട് അഗ്രഷൻ പോലെ, അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള കുട്ടികളെ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂസ്, ഭയങ്കരമായിട്ട് സ്കൂളിലുള്ള ഡിഫിക്കൽട്ടീസ്, ഈ പറഞ്ഞതുപോലെ ടീച്ചേഴ്സിനോടുള്ള ബിഹേവിയറിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, സ്ക്രീൻ അഡിക്ഷൻ, ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. അതല്ലാണ്ട് ലേണിംഗ് ഡിസബിലിറ്റി പോലെ, ഡെവലപ്മെന്റൽ ഡിലേസ് പോലെ, അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന കുട്ടികളെ ആസ് എ ചൈൽഡ് സൈക്കോളജിസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. സോ പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ഏരിയ ആണ് കുട്ടികളുടെ പേരൻസിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ആ ഒരു ഗൈഡൻസ്. സോ ചൈൽഡ് തെറപ്പിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പേരൻസിന് നമ്മൾ എങ്ങനെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ളത്. കുട്ടികൾക്ക് ഓഫ് കോഴ്സ് ആ ഒരു ഇൻ്റർവെൻഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് കുട്ടികൾക്ക് തന്നെയാണ്. പക്ഷേ ആ ഇൻ്റർവെൻഷനിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന കുട്ടീനെ നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനുള്ള കുട്ടികളെ എങ്ങനെ കറക്റ്റായിട്ട് ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ പേരൻസിന് കൃത്യമായിട്ട് സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം എന്നുള്ളത് ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ചൈൽഡ് തെറപ്പിയിൽ കുട്ടികളായിട്ട് മാത്രമല്ല നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. നിങ്ങൾ കുട്ടികളുടെ അറൗണ്ട് കംഫർട്ടബിൾ ആയിരിക്കും, നിങ്ങൾക്ക് കുട്ടികളെ ഇഷ്ടമായിരിക്കും. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾ ചൈൽഡ് തെറപ്പി ഫോക്കസ് ചെയ്യാൻ പാടില്ല. അഡൾട്ട്സിൻ്റെ അടുത്ത്, അതായത് കുട്ടികളുടെ പേരൻസിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കൂടെ നിങ്ങൾക്കൊരു സ്കില്ലുണ്ടെന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആവാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. അതിലൊന്നാമത്തേതാണ് പേഷ്യൻസ്. അഡൾട്ട്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പേഷ്യൻസ് നമുക്ക് പലപ്പോഴും ചൈൽഡ് കേസസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ആവശ്യം വരാറുണ്ട്. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ നോർമലി ഉള്ളൊരു സിനാരിയോയിൽ വരെ പല സിറ്റുവേഷനിലും കുട്ടികൾ നമ്മുടെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു തെറപ്യൂട്ടിക് റൂമിലേക്കൊക്കെ വരുമ്പോൾ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ഒന്നുമല്ല. അവിടെയും കുട്ടികൾ പല സിറ്റുവേഷനിലും നമ്മുടെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ബിഹേവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ അനുസരിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തീരെ കോപ്പറേറ്റീവ് ആവാണ്ടിരിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ചൈൽഡ് തെറപ്പിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ആ ഒരു പേഷ്യൻസ് ഡെവലപ്പ് ചെയ്ത് കുട്ടികളുടെ കൂടെ, കുട്ടികൾ ദേഷ്യം പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ വാശി പിടിക്കുമ്പോൾ നിങ്ങളും അതേ രീതിയിൽ ബിഹേവ് ചെയ്യാണ്ട് പേഷ്യൻ്റ് ആയിട്ട് അവരുടെ കൂടെ ഇരുന്ന് അവരുടെ പേസിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു സ്കില്ല് നിങ്ങൾക്കുണ്ടെന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. അടുത്തൊരു കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി ചൈൽഡ് തെറപ്പിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ചൈൽഡ് തെറപ്പി എപ്പോഴും പോകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു സെഷൻ്റെ മിഡിലൊക്കെ കുട്ടികൾ കാണിക്കുന്ന ടാൻട്രംസ് കാരണം, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന വേറെ എന്തെങ്കിലും ബിഹേവിയർ കാരണം നമുക്ക് ആ ഒരു അപ്രോച്ച് കംപ്ലീറ്റ്ലി മാറ്റേണ്ട ആവശ്യം വരാറുണ്ട്. സോ അയ്യോ, ഞാൻ ഇതിനാണല്ലോ പ്രിപ്പയർ ആയിട്ട് വന്നത്, ഇന്ന് ഇതാണല്ലോ ഞാൻ ചെയ്യാൻ വേണ്ടി വന്നത് എന്നുള്ള ഒരു രീതിയിൽ റിജിഡായിട്ട് ഇരിക്കാൻ നമുക്ക് പറ്റില്ല. സോ അവിടെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കേണ്ടതും അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇമോഷണൽ റെഗുലേഷൻ. പലപ്പോഴും കുട്ടികൾ എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ഭയങ്കര സോഫ്റ്റ് സ്പോട്ടാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യമായിട്ട് ഓടി വരുന്നത് ഭയങ്കര നിഷ്കളങ്കരായ ആൾക്കാരൊക്കെ ആണെങ്കിലും അവരുടെ ചില ബിഹേവിയേഴ്സ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കണ്ടക്ട് ഡിസോർഡർ പോലെ, ഒപ്പോസിഷണൽ ഡിവിയൻ ഡിസോർഡർ പോലെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ അവർ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ ചിലപ്പോൾ നമ്മളെ ട്രിഗർ ചെയ്യും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസോർഡറിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ നമ്മളെ ഭയങ്കര
ഭയങ്കരമായിട്ട് ഇമോഷണലി ഓവർവെൽമിങ് ആക്കാനും നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കാനും ചാൻസ് ഉണ്ട്. സോ ഇമോഷണൽ റെഗുലേഷൻ ഒരു ചൈൽഡ് തെറപ്പിസ്റ്റിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്കില്ലാണ്. മറ്റൊരു കാര്യമാണ് കംഫർട്ട് വിത്ത് പേരൻസ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ചൈൽഡ് തെറപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളായിട്ട് മാത്രം ഡീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ല. കുട്ടികളായിട്ട് ഡീൽ ചെയ്യുന്ന അത്രയും തന്നെ ചിലപ്പോൾ നമുക്ക് പാരൻസിനെയും സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് നമ്മുടെ സ്കില്ലിനെ ഡൗട്ട്ഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പാരൻസ് ഉണ്ടാവും, ഇതുകൊണ്ടൊക്കെ വല്ല കാര്യം ഉണ്ടാവും എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന പാരൻസ് ഉണ്ടാവും. സോ ഇവരെയൊക്കെ കൃത്യമായിട്ട് ഡീൽ ചെയ്യാനും നമ്മൾ കംഫർട്ടബിൾ ആണ് എന്ന് നമ്മൾ ചൈൽഡ് തെറപ്പിയിലേക്ക് കയറുന്നതിന് മുമ്പ് മേക്ക് ഷുവർ ചെയ്യണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചൈൽഡ് സൈക്കോളജിയുടെ സ്കോപ്പിനെ പറ്റിയാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്തും ഇപ്പോഴും വളരെയധികം സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് ചൈൽഡ് സൈക്കോളജി. നമുക്കറിയാം, ഇന്ത്യയിലായിക്കോട്ടെ പുറം രാജ്യങ്ങളിലായിക്കോട്ടെ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും സ്കൂൾസൊക്കെ ആക്റ്റീവായിട്ട് സ്കൂൾ കൗൺസിലേഴ്സിനെ ഹയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. സോ സ്കൂൾസിലായിക്കോട്ടെ, ഹോസ്പിറ്റൽസിലായിക്കോട്ടെ, NGOസിലായിക്കോട്ടെ, പ്രൈവറ്റ് പ്രാക്ടീസിലായിക്കോട്ടെ, ഈ ഏരിയാസിലൊക്കെ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ റെലവൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ്, ഇവിടെയൊക്കെ നിർബന്ധമായിട്ടും ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജോലി കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു നോർമൽ തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു അഡൽട്ട് കൗൺസിലറിനെ പോലെ ജസ്റ്റ് ഒരു PG കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ചൈൽഡ് തെറപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് നിങ്ങൾ സെപ്പറേറ്റ് സർട്ടിഫിക്കേഷൻ കോഴ്സസ് അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജിയിലുള്ള വേറെ സെപ്പറേറ്റ് കോഴ്സസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്കൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആവാൻ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ സ്കില്ലാണ്. നിങ്ങൾ എത്രത്തോളം ഒരു ചൈൽഡ് തെറപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ റിഫൈൻ ചെയ്തെടുക്കുന്നു, നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾ എത്രത്തോളം പോളിഷ് ചെയ്യുന്നു, അത് നിങ്ങൾക്ക് എത്രത്തോളം പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു, ഇതെല്ലാം വെച്ചാണ് ആൾക്കാർ നമ്മുടെ ആ ഒരു ജോബിനെ വിലയിരുത്തുന്നത്. സോ തീർച്ചയായിട്ടും സ്കോപ്പുള്ള ഒരു ഏരിയ തന്നെയാണ് ചൈൽഡ് സൈക്കോളജി. സോ അതിനു വേണ്ടി നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ട നെസസറി ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസും സ്കിൽസും എല്ലാം നമ്മൾ ഗെയിൻ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ഇനിയും നിങ്ങൾ ചൈൽഡ് സൈക്കോളജി എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. ഒന്നാമത്തേതാണ്, ഞാൻ കുട്ടികളുടെ അറൗണ്ട് കംഫർട്ടബിൾ ആണോ? അതായത് കുട്ടികൾ ഭയങ്കരമായിട്ട് ടാൻട്രംസ് കാണിക്കുമ്പോഴും അവർ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴും അത് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ റെഡിയാണോ? ആ സിറ്റുവേഷനൊക്കെ എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കുമോ? അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ഹോൾ ഫാമിലി ആയിട്ട് എനിക്ക് ആ ഒരു കേസിനെ കൊണ്ടുപോകാൻ പറ്റുമോ? അതായത് പലപ്പോഴും കുട്ടികളുടെ കേസിൽ കുട്ടി ഒറ്റയ്ക്കായിരിക്കില്ല എന്തൊരു ഡിഫിക്കൽട്ടി ആയാലും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവൻ്റെ പാരൻറ്റിങ് ആയിക്കോട്ടെ, അവൻ്റെ എൻവയോൺമെൻറ്റ് ആയിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം അതിലൊരു നല്ല റോള് പ്ലേ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഹോൾ എൻവയോൺമെൻറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു തെറപ്പി മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമോ? അതുപോലെയുള്ളതാണ് ഡെവലപ്മെൻറ്റൽ ഡിലേസ് പോലെ, ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് പോലെ, ലേണിംഗ് ഡിസോർഡേഴ്സ് പോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ അഡൾട്ട്സിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിലുള്ള ആ ഒരു പ്രോഗ്രസ് നമുക്ക് ഭയങ്കര പെട്ടെന്ന് വിസിബിളായിട്ട് കാണണമെന്നൊന്നുമില്ല. അത് നമ്മൾ കുറച്ച് പേഷ്യൻ്റ് ആയിട്ടിരിക്കണം, കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. സോ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ്, ഇതെല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. സോ ജസ്റ്റ് ബിക്കോസ് നിങ്ങളുടെ അടുത്ത് ആരോ പറഞ്ഞു അഡൾട്ട് കേസസ് എടുക്കുന്നതിനേക്കാൾ സ്കോപ്പ് ഉണ്ടാവുക ചൈൽഡ് സൈക്കോളജിക്കാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ ചാടിക്കയറി എടുക്കേണ്ട ഒരു ഫീൽഡ് അല്ല ചൈൽഡ് സൈക്കോളജി. ബിക്കോസ് കുറേ കാര്യങ്ങൾ അഡൾട്ട് തെറപ്പീനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആണ്. കുറേ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. അതുകൊണ്ട് കുറച്ചൊന്ന് സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ ചൈൽഡ് സൈക്കോളജി ഓപ്റ്റ് ചെയ്യാൻ. പക്ഷെ നമ്മളത് അത്ര ക്രൂഷ്യലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചൈൽഡ് കേസസ് ഹാൻഡിൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ അല്ലെങ്കിൽ ക്ലിനിക്സിലോ ഒക്കെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്സ് സീക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ വോളണ്ടിയർ ചെയ്യാൻ പറ്റും അതുപോലത്തെ സെൻറ്റേഴ്സിലൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലേ തെറപ്പി അല്ലെങ്കിൽ ABA ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ആ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാനും നമുക്ക് നമ്മുടെ വർക്കിൽ നിന്ന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾസോ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ നിങ്ങൾക്ക് സ്റ്റിൽ ലാക്കിംഗ് ആണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒപ്പം അക്കാഡമിയുടെ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.